മോനെ നീ ഇതെവിടേക്കാ? റെസ്റ്റോറന്റിലോട്ട്. ഇപ്പൊ നീ അങ്ങോട്ട് പോയി അവിടെ ചാനലുകാരെല്ലാരും ഉണ്ടാവില്ലേ? എന്നും പറഞ്ഞ് എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയാ. എന്നെ കാത്ത് സ്റ്റാഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് പോയേ പറ്റുള്ളൂ. മോനെ നീ എങ്ങനെ അവരെ ഫേസ് ചെയ്യാ? ഇന്നലെ നാളെ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ എന്റെ ഭാര്യ മരിച്ചെന്ന് തന്നെ വിചാരിക്കാം. 16 ദിവസം കട അടച്ചിടും ഇല്ലേ? ഇതിപ്പം എന്റെ ഭാര്യ ഒളിച്ചോടിയതാ. കുഴപ്പമില്ല, ഒരു ദിവസം ഞാൻ അവധി കൊടുത്തിട്ടുണ്ട്, അത് മതി. ചാനലുകാരേട്ടനെ വെറുതെ വിടില്ല. അവരോട് ഏട്ടൻ എന്ത് പറയും? ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ എനിക്ക് പരസ്ത്രീ ബന്ധമുള്ളതുകൊണ്ടാണ് അവൾ ഒളിച്ചോടി പോയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഡിവോഴ്സിനല്ലേ അപ്ലൈ ചെയ്യേണ്ടത്, അല്ല ഒളിച്ചോടുവല്ലേ ചെയ്യേണ്ടത്? എനിക്ക് അതിനുള്ള ഉത്തരം എന്താ? വീഴ്ചകൾ വീണു പോകരുത്. എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അതിന് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. മോൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, ബാക്കി നമുക്ക് വരണോടത്ത് വെച്ച് കാണാം. അമ്മ വിഷമിക്കാതെ, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താ? സ്പൂണ്. നമ്മൾ കഞ്ഞി കുടിക്കുമ്പോഴേ അതിലൊരു കല്ല് വീണ്, അതെങ്ങനെ എടുക്കും? സ്പൂണുണ്ടെടുത്ത് കളയും. ഇതും അങ്ങനെ തന്നെ കരുതിയാൽ മതി കേട്ടോ. പോട്ടെ.